നമുക്ക് കേവലം 3 അസംബ്ലി സെഗ്മെൻറ്റ്സ് മാത്രമുള്ള വയനാട് ജില്ലയെക്കുറിച്ച് ഒരു ഏകദേശ വിലയിരുത്തൽ നടത്താം. കാരണം വരൾച്ചയും വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത്, വയനാടിനെക്കുറിച്ച് നാട്ടുകാരറിയുന്നത്. പിന്നെ വന്യജീവികളുടെ ആക്രമണം. ഇവിടെ UDF കാലാകാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്നൊരു മേധാവിത്വമുണ്ട് എല്ലാ ഇലക്ഷനും. ആ മേധാവിത്വം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് വയനാട് എന്ന് പറയുന്നത് 2 തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 2 പേര് വന്ന് മത്സരിച്ച സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് വയനാട്. അപ്പം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവർ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ ഇവിടെയൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര ഭൂരിപക്ഷം മേടിച്ചുകൊണ്ടാണ് ആൾക്കാരാണ്. അതായത് ഉദാഹരണത്തിന് അവർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ 49,657 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ കൽപ്പറ്റയിൽ. അവിടെ പിന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി 39,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ 43,981 വോട്ടാണ് സുൽത്താൻ ബത്തേരി കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക്. 40,458 വോട്ട് ആപ്പാട് വോട്ട് LDFിന് കിട്ടിയിട്ടുള്ളൂ അവിടെ. ഇതേപോലെയാണ് ഇവിടെ കേളു മാനന്തവാടിയിൽ 38,721 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. 40,000 വോട്ടാണ് ആകപ്പാട് കിട്ടിയതാർക്ക് അവിടെ LDFിന്. അവിടെ തന്നെ UDFിന് കിട്ടിയ 79,026. അപ്പം UDFിന് വലിയ മേധാവിത്വമുള്ള ഒരു സ്ഥലമാണ് വയനാടെങ്കിലും അവിടെ കേളു എന്ന് പറയുന്ന നേതാവ് ജനകീയനായതുകൊണ്ട്, ശശീന്ദ്രൻ മുമ്പ് കൽപ്പറ്റയിൽ ജനകീയന്മാരായതുകൊണ്ട് ഇവരൊക്കെ ജയിച്ചു പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ തന്നെ. യാതൊരു അഹങ്കാരമില്ലാത്ത, എപ്പോഴും ജനങ്ങൾക്ക് കാണാം. അപ്പം കേളു ചേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന CPM നേതാവാണ്. അദ്ദേഹം ജനങ്ങളുമായി നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് ജയിച്ചു പോണത്. ഈ ശശീന്ദ്രൻ കൽപ്പറ്റയിൽ നിന്ന് ശ്രേയംസ് കുമാറിനെയാണ് തോൽപ്പിച്ചത്. ശ്രേയംസ് കുമാറിന് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. മാതൃഭൂമിൻ്റെ മാനേജിങ് ഡയറക്ടറാണൊക്കെയാണ്. പക്ഷെ ജനങ്ങളുമായി ബന്ധമില്ലാത്തൊരു നേതാവാണ് ശ്രേയംസ് കുമാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ മൃഗീയമായ ഭൂരിപക്ഷം തോറ്റു പോണത്. ഒരു പാഠം അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. പാഠം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റൈലിൽ പിന്തുടർന്നവരാണ് ശശീന്ദ്രനും കേളുമൊക്കെ. സിംപ്ലിസിറ്റി, ലാളിത്യമാണ് അവരുടെ മുഖമുദ്ര. ഇവിടെ നേരെ ആർഭാടാണ്. ശ്രേയസ് കുമാറും ആർഭാടത്തിൻ്റെ വ്യക്തമാണ്. ആ ലാളിത്യത്തെയാണ് ജനങ്ങൾ. ആർഭാടം മാത്രമല്ല, എല്ലാ മൊത്തം ഒരു ജാട കാണിക്കുന്ന ഒരാളാണ്. ആളുകളുടെ പെരുമാറാൻ അറിയില്ല, ആളെ തിരിച്ചറിയാൻ അറിയാത്ത ആള്, ബിസിനസ് മാത്രമായി കാണുന്ന, എല്ലാത്തിനും ബിസിനസ് കാണുന്ന ഒരു ആള് മാത്രമാണ്. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം, അവരെ കൂടെ നിർത്തേണ്ടതാണെന്നുള്ള ചിന്താഗതി, അവർ കൂടെ നിൽക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണെന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ശ്രേയംസ് കുമാർ. അതാണ് അദ്ദേഹത്തിന്റെ തകരാറെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് അവര് ഇപ്പം എങ്ങനെ നടത്തില്ല, അധികാരമൊക്കെ കിട്ടിയ ശേഷം എങ്ങനെ നടത്തില്ല. അതിന് മുമ്പ് ഇവരുടെ 2 പേരും ജനങ്ങൾക്ക് എല്ലാ തരത്തിലും അവരുടെ ഒപ്പം ഉള്ള ആളാണ് ഏത് സമയത്തും. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു വന്നിരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ചർച്ച പോകുന്നത്. ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ ആര് വിജയിക്കും എന്നുള്ളതാണ് ചർച്ച. അതിൽ നമുക്ക് ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ പറയാവുന്ന 3 സ്ഥലത്തും UDF വിജയിക്കുന്നതാണെങ്കിലും മാനന്തവാടിയിൽ കേളു എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം കൊണ്ട് എങ്ങനെ മാറുമെന്ന് അറിയില്ല. അവിടെ നമ്മുടെ ജാനു സ്ഥാനാർത്ഥി CK ജാനു അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ പോണു എന്നുള്ള വാർത്ത വളരെ കൂടുതൽ തോക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു ട്രെൻഡ്, അതായത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് ഇവിടെ കേരളത്തിൽ. 3 തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷം ഏകീകരണം, അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഉള്ള സ്ഥലമാണ് വയനാട്. അത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി തരും. വയനാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഭൂരിപക്ഷത്തിന് UDF വിജയിക്കും. രണ്ടാമത് ഭരണവിരുദ്ധ വികാരം ഏറ്റവും അഞ്ഞടിക്കുന്ന സ്ഥലം വയനാട് എങ്ങനെ വെച്ചാൽ മുണ്ടക്കൈ ദുരന്തം സ്ഥലത്ത് ഇന്നേ വരെ ഒരു കൃത്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് പണം പിരിച്ചിട്ടും 700 കോടി രൂപ പിരിച്ചിട്ടും ഇതൊരു വീട് പോലും ഉണ്ടാക്കി കൊടുക്കില്ല എന്നത് എന്തുമാത്രം തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് എന്നാണ്. അതുപോലെ ജാനുവിന് വേറെ അഡ്വാൻറ്റേജ്, ജാനു ഒരു പോരാളിയായിരുന്നു ഒരു കാലത്ത്. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല. ജാനു വരുന്ന കൂട്ടത്തിൽ രമയോടിയുണ്ട്, വടകര രമയുണ്ട്. ഇപ്പം നമ്മൾ ഐഷാപ്പറ്റിയെ കണ്ടു. അങ്ങനെ പുറത്തുനിന്ന് പുതുതായിട്ട് വരുന്ന നേതാക്കന്മാർ തന്നെ, വനിതാ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു പാരമ്പര്യം വരാൻ പോകുന്നത്. ആ പാരമ്പര്യം ചിലപ്പോൾ
മൊത്തത്തിൽ തന്നെ ഒരു 10 വർഷത്തേക്ക് പേടിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടാക്കാം. അല്ല, ട്രെൻഡ് അനുകൂലമായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ന്യൂനപക്ഷ ഏകീകരണം. 2, ഭരണവിരുദ്ധ വികാരത്തിന് ഏറ്റവും വലിയ ഇതുള്ള സ്ഥലം വയനാടാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു ആൾക്ക് പോലും കൃത്യമായി വീട് വെച്ച് കൊടുക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യാത്ത ഒരു വാഗ്ദാനം മാത്രം പറഞ്ഞ് ആളെ പറ്റിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ആഞ്ഞു വീശും അവിടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, ന്യൂനപക്ഷ ഇത് പറഞ്ഞു. പിന്നെ ഈ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ വയനാട്ടിൽ ഹിന്ദു എല്ലാ മേഖലകളിലും ആളുകൾ ഒരു ഗവൺമെൻറ് ഇതിൽ ഇവിടുന്ന് ഓട്ടിക്കണം എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ് വയനാട്ടിലുള്ളത്. നാലാമത്തെ ഒരു കാര്യം, CPM-നുള്ള വലിയ അടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയൻ രാജിവെച്ചത്. പ്രമുഖ നേതാവായ ജയൻ പുൽപ്പള്ളിയിലെ ഒരു പ്രമുഖ നേതാവാണ്, അവിടെ കൗൺസിലറായിട്ടൊക്കെ ഉള്ള ഒരാളാണ്, ജനകീയ ആളാണ്. അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത് വയനാട്ട് പാർട്ടിയിൽ വലിയ ഭയങ്കര അടിയാണ്, കലാപമാണ്, തുറന്ന പോരാണ് നടക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവായ അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പായിരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ CPM-ൻ്റെ ഉള്ളിൽ അങ്ങനെ ഗ്രൂപ്പില്ലേ, പാർട്ടി തീരുമാനിച്ചത്. പക്ഷെ വയനാടിൽ ശരിക്കും പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നിപ്പ് തന്നെയുണ്ട്. അത് കൊണ്ട് തന്നെ ഇത്തവണ അവിടെ നിഷ്പ്രയാസം യാതൊരു ഇതുമില്ല, ഈസി വാക്ക് ഓവർ. 3 സീറ്റും UDF ജയിക്കും, ന്യായമായിട്ടാണ് ജയിക്കും. പിന്നെ ജാനുവിന്റെ വേറെ നമ്മൾ ഇതിനകത്ത് വേറെ 15% ഇങ്ങോട്ട് ഷിഫ്റ്റ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇത്തവണത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ 3-4 വികാരങ്ങളുണ്ട്. ആ ട്രെൻഡ് പ്രകാരം 15% LDF-ലെ വോട്ട്. എളുപ്പവാചകം പറയണ്ട, ഭരണവിരുദ്ധ വികാരമല്ല, ഭരണവിരുദ്ധത്തെക്കാൾ കൂടുതലായിട്ട് ഭരണകൂടത്തുള്ള പകയുടെ. അതെ, ഭരണകൂടത്തോടുള്ള എതിർപ്പ്, അറപ്പ് ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട്. നമ്മൾക്ക് നേരത്തെ പറയാതെ തന്നെ 3 സീറ്റുകളും UDF തൂത്തുവാരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും കൽപ്പറ്റയിൽ 10,652 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ 14,054 വോട്ടിൻ്റെ ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷമാണ്. പിന്നെ മാനന്തവാടിയിൽ 11,548 ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ എല്ലാം ഒരു മുണ്ടേക്കാണ്. അതുകൊണ്ട് വയനാടും 15% കൂടി മാറിക്കഴിഞ്ഞാലൊക്കെ എങ്ങനെയിരിക്കും അറിയോ? ഒരു 10,30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 3 സ്ഥലത്തും ഒരേപോലെ വിജയിക്കാനാണ്. മുൻകാലത്ത് കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന പോലത്തെ ഭൂരിപക്ഷം വയനാട് കോൺഗ്രസിന് കിട്ടും, കോൺഗ്രസിൽ കിട്ടും എന്ന് നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഓക്കെ.